കുഞ്ഞുകളിൽ ഇത് തീക്കളിയാണ് ശരിക്കും. ഒരുവൻ ചുമക്കുന്ന അഭിഷേകം അത് ശരിയോ തെറ്റോ എന്ന് അറിയാൻ വയ്യാത്രത്തോളം കാലം അതിനെതിരെ ശബ്ദമുയർത്താതിരിക്കുന്നതാണ് ഏറ്റവും ഭംഗി. ഞാൻ അധികാരത്തിലിരിക്കുന്നു, എനിക്ക് സ്വാധീനമുണ്ട്, എന്നെ സമൂഹം അംഗീകരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം, എന്തും പറയാമെന്ന് പറഞ്ഞു ഒരുവൻ്റെ അഭിഷേകത്തെ കുറ്റം ചുമത്തുമ്പോൾ അതിന് നേരെ അനേകരെ വിളിച്ചിരുത്തി അവരുടെ കമൻറ്റുകളൊക്കെ വാങ്ങിച്ചു കൂട്ടുമ്പോൾ ദൈവം ഒരുവൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ അത് ആണിൻ്റെ അഭിഷേകമെന്നോ പെണ്ണിൻ്റെ അഭിഷേകമോ എന്നല്ല, യജമാനെന്നോ താണവനെന്നോ ദൈവത്തിനില്ല. ദൈവം അഭിഷേകത്തെ പരിശുദ്ധാത്മാവെന്ന വ്യക്തിയായിട്ട് തന്നെ കാണുന്നു. കേരളത്തിൽ ഒരു ദൈവദാസൻ ഒരു ശക്തമായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരനുമായിട്ട് എന്തോ ഒരു വാഗ്വാദം നടന്നു. അപ്പോൾ ആ വാഗ്വാദം നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു മോശമായ വാക്ക് വന്നു. ഹലടി. അപ്പോൾ പല ആൾക്കാർ അത് റെക്കോർഡ് ചെയ്തു. അന്ന് അത് വൈറലായി. അപ്പോൾ പല ആൾക്കാർ ചോദിച്ച കാര്യമുണ്ട്, ശരിക്കും ഇദ്ദേഹം ഒരു ദേവദാസനല്ലേ, എന്നിട്ട് ഇതുപോലെ ഒരു അശുദ്ധമായ വാക്കുകൾ പറഞ്ഞു തെറി വിളിക്കുന്ന പോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നില്ലേ, സോ ഹീ മേ നോട്ട് ബി റൈറ്റ്, അവൻ ശരിയായിട്ടുള്ളവനല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി അനുകൂലിച്ചും പ്രതികൂലിച്ചും വീഡിയോകൾ അന്ന് ഞാൻ കാണാനിടയായി. അപ്പം ഞാൻ അന്ന് കർത്താവിനോട് ചോദിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞാണ്, ശരിക്കും അവൻ ആ വ്യക്തിയുണ്ടല്ലോ, അപ്പോൾ ആ വ്യക്തിയുടെ വീഡിയോ അന്ന് വൈറലായി. ഈ വീഡിയോ ഇട്ട സമയത്ത് 100 ആയിരക്കണക്കിന് യുവാക്കൾ മറ്റുള്ള അനേകം പേര് വന്ന് ഇവൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് തെറി അഭിഷേകം എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ അങ്ങനെ ആ വീഡിയോയ്ക്ക് താഴെ മുഴുവൻ കമൻറ്റുകളാണ്, യുവാക്കളുടെയൊക്കെ കമൻറ്റുകളാണ്. അപ്പം അന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കുന്ന സമയത്ത് കർത്താവ് പറയുവാണ്, അങ്ങനെ ആ അശുദ്ധ വാക്ക് സംസാരിച്ച എൻ്റെ ദാസൻ അന്ന് രാത്രിയിൽ മുട്ടുകുത്തി യേശു കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് ക്ഷമിക്കുകയും എൻ്റെ രക്തം കൊണ്ട് അവനെ കഴുകി അവനെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. പക്ഷേ അവനെതിരെ കമൻറ്റ് ചെയ്ത ഒരു വ്യക്തികൾക്കും റിപ്പൻറ്റൻസ് ഉണ്ടാകത്തില്ല. അവരെ ഞാൻ ജഡ്ജ് ചെയ്യും. അവരോട് കർത്താവ് ക്ഷമിക്കത്തില്ല. അവരുടെ ലൈഫിനകത്തൊരു ബന്ധനം വീഴുവാണ്. വില കൊടുക്കേണ്ടത് അവരുടെ കമൻറ്റിൻ്റെയും കൂടെ വില കൊടുക്കേണ്ടി വരും. ഓരോ കമൻറ്റും നിങ്ങളുടെ ഓൺ വോയിസ് ആണ്. ഞാൻ ക്രിസ്തുവേശുവിലായിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് യാതൊരു ബന്ധനവുമില്ല എന്ന് പറയുന്നവർ അറിഞ്ഞോ അറിയാതെയോ ബന്ധനത്തിലായിത്തീരുന്നു, ശാപത്തിന് കീഴിൽ വരുന്നു, ദൈവകോപത്തിൽ അവർ അകപ്പെടുന്നു. ഹല്ലേലൂയ. 10-15 വർഷം എന്നെ വ്യക്തിപരമായി പേഴ്സണൽ ലൈഫിൽ വ്യക്തികൾ നോക്കുമ്പം ഈ ജിയോബദർ ഇതാണല്ലോ, ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട്. പ്രൈവറ്റ് ലൈഫിൽ പരിശുദ്ധാത്മാവും യേശു കർത്താവും എന്നെ പരിശീലിപ്പിച്ചത്, എന്നെ ഒരുക്കിയത് അവരാരും കണ്ടിട്ടില്ല. എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ ഞാൻ കൊടുത്ത വിലയുണ്ട്, ഞാൻ കരഞ്ഞ കണ്ണുനീരുണ്ട്, ഞാൻ സഹിച്ച സഹനങ്ങളുണ്ട്, പട്ടിയെ പോലെ എന്നെ ട്രീറ്റ് ചെയ്ത വ്യക്തികളുണ്ട്, ചവിട്ടി താത്തിയവരുണ്ട്. ദൈവം ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്ന മേഖലകളുണ്ട്, അവർ കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്, അവർ തനിച്ചായിരിക്കുന്ന മരുഭൂമികളുണ്ട്. യിരെമ്യാവ് പറയുന്നത് പോലെ യഹോവയുടെ കൈ നിമിത്തം ഞാൻ തനിച്ചായിരുന്നു, കൽക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഞാൻ ഉല്ലസിച്ചിട്ടില്ല. ആൾക്കൂട്ടത്തിലായിരിക്കുന്നുവെങ്കിലും തനിച്ചായിരിക്കുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അബദ്ധത്തിലെങ്ങാണം ഞാനൊരു ദൈവദാസനാണെങ്കിലോ, അബദ്ധത്തിലെങ്ങാണം അവർ ചുമക്കുന്നത് സത്യ അഭിഷേകമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനെ കുറ്റം ചുമത്തുന്നു, പരിശുദ്ധാത്മാവ് മിണ്ടാതിരിക്കുകയില്ല. ലജ്ജിപ്പിക്കാൻ നോക്കിയ പിശാച് നാണം കെട്ടുപോ. ഈ ജയത്തിന് വേണ്ടി ഒരുവൻ പോരാടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറയുന്നു, ഒരു രാജ്യം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം, ഒരു നാട് മുഴുവൻ നിന്നെ കള്ളനെന്ന് പറഞ്ഞേക്കാം, ഒരു നാട് മുഴുവൻ നിന്നെ കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞേക്കാം, നീ പിശാച് പിടിച്ചവനാണെന്ന് പറഞ്ഞേക്കാം. പക്ഷെ നീ ജയിക്കണം. അവരവരുടെ അഭിഷേകത്തെ കുറിച്ച് ഒരു മറിപ്പുണ്ടാകട്ടെ. ആരെല്ലാം എതിർത്തു നിന്നാലും നമ്മുടെ മനസ്സാക്ഷി നമ്മെ കുറ്റം ചുമത്തരുത്. ഇതിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകവും നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ സെല്ലുകൾ പോലല്ല എൻ്റെ സെല്ല്. ഇവിടെ എന്തെല്ലാം അസുഖങ്ങൾ പറന്നു പന്തലിക്കുന്നു, ഏതെല്ലാം രീതിയിൽ പലരുടെ വികാര വിചാരങ്ങൾ ചലിക്കുന്നു. എല്ലാവർക്കും പോരാട്ടം ഒരുപോലല്ല. ചിലരുടെ അകത്ത് നടക്കുന്നത്, ചിലരുടെ പുറത്ത് നടക്കുന്നത്, ഇതൊന്നും ആരോട് പറയാൻ പറ്റത്തില്ല. എൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എൻ്റെ മേലുള്ള ദൈവരാജ്യം കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. ദൈവം ഓരോരുത്തരെയും യുദ്ധം അഭ്യസിപ്പിക്കുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട്, യുദ്ധമുറകൾക്ക് വ്യത്യാസമുണ്ട്. വലിയൊരു സമൂഹം എന്തു വിശ്വസിക്കുന്നു, എന്തു പറയുന്നു, അതുമാത്രമേ ആകാവൂ എന്ന് ആർക്കും ശഠിക്കാൻ പറ്റത്തില്ല. ശഠിച്ചാൽ ദാവീദിനെ പോലെയുള്ളവർ പറയും, ശൗലേ, നിന്റെ പടച്ചട്ട എനിക്ക് പരിചയമില്ല, നിന്റെ യുദ്ധരീതികൾ എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ കാട്ടിൽ കടത്തി ദൈവം പഠിപ്പിച്ച രീതികളുണ്ട്, ആ രീതികളുടെ മുൻപിൽ മാത്രമേ ഗോലിയാത്ത് വീഴുകയുള്ളൂ. യുദ്ധമറിയാത്ത ഒരു തലമുറ വെച്ച് വളർത്തല്ല.
പൈശാചിക തലങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ അത് പിശാചിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ആത്മീക ലോകം. എന്നാൽ ദൈവവചനം പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത്, ദൈവം ഒരു മോശയെ ഇസ്രായേലിന് നായകനായി തിരഞ്ഞെടുത്തപ്പോൾ ലീഡർഷിപ്പ് കൊടുത്ത് ഇസ്രായേലിന്റെ മുമ്പിൽ കൊണ്ടാക്കി വെക്കുകയല്ല ചെയ്തത്. മോശയെ ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടിട്ട് ഫറവോന്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കി, അവന്റെ ശ്വാസം, അവനകത്ത് വരുന്നത് പുറത്തു പോകുന്നത്, അവന്റെ രാത്രി, അവന്റെ പകൽ സകലവും നന്നായി പഠിപ്പിച്ച മോശയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 7-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. ഓരോ ആത്മീയ അറിവെന്ന് പറയുന്ന ഒരു താക്കോലാണ്, അതൊരു മിസ്റ്ററിയാണ്. അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് സാത്താൻ്റെ കിങ്ഡത്തെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കീഴടക്കും. ഇപ്പം നമ്മൾ ഈ ശുശ്രൂഷകൾക്കകത്ത് സ്പിരിച്വൽ പ്രോഗ്രാമിങ്, സ്പിരിച്വൽ നെറ്റ്വർക്കിംഗ്, സ്പിരിച്വൽ ലാബ്, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച വിഷയമാണ് ഇവിൾ ലോഡ് ആൻഡ് ദ സേറ്റനിക് ബേർഡൻ. ഈ വിഷയങ്ങളൊന്നും ആരും സംസാരിക്കുന്നില്ല. ദീസ് ആർ ദ മിസ്റ്ററീസ് ഓഫ് ദ ഡെവിൾസ് കിങ്ഡം. അപ്പോൾ അതറിയാതെ നമ്മൾ കുറേ കാര്യങ്ങൾ, പ്രോമിസുകൾ മാത്രം പിടിച്ചുകൊണ്ടിരുന്നാൽ എന്താണ്, കിൻഡർ ഗാർഡൻ, ആത്മീയ വളർച്ച മുരടിച്ചു പോയി. ദൈവം ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന സത്യങ്ങൾ, അവർ മനസ്സിലാക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. അവർ മേലിട്ടിരിക്കുന്ന നിയോഗങ്ങൾ തികച്ചെടുക്കുക എന്നുള്ളത് അവരവരുടെ ദൗത്യമാണ്. സാത്താൻ നമ്മെ പൊളിപ്പാൻ ശ്രമിക്കുന്നു. സാത്താന്റെ അടിസ്ഥാനപരമായ ജോലി തന്നെ അതാണ്. അവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കടന്നു വരുന്നില്ല. സാത്താൻ പൊളിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ്. ദുഷ്ടമനുഷ്യരും നമ്മെ തകർക്കുവാൻ, നമ്മൾ തകർന്ന് കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ 2 മണ്ഡലങ്ങൾ, അധോലോകവും ഭൗമലോകവും നീ പൊളിയുവാനും പൊളിക്കുവാനും അവർ ശ്രമിക്കുമ്പോൾ, അതെ സ്വർഗലോകം, സ്വർഗത്തിലെ കർത്താവ് പറയുന്നു, ഇല്ല കുഞ്ഞേ, ഇല്ല കുഞ്ഞേ, ഇല്ല കുഞ്ഞേ, നീ പൊളിഞ്ഞു നിൽക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ പണിയപ്പെട്ട് നിറഞ്ഞു നിൽക്കുവാനാണ് ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. ദൈവം നിന്നെ പൊളിച്ച് പരസ്യഘോരമായി ഇടുന്നവനല്ല, പകരം ദൈവം നിന്നെ പണിത്, അതേ സ്തോത്രം, മാനിക്കുന്നവനാണ്.